1992 ഞാൻ എടക്കര സബ് ഇൻസ്പെക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഓർമ്മ വരികയാണ്. എടക്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ വഴിക്കട ഒരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ബോർഡറിൽ നിന്ന് എടക്കര പോലീസ് സ്റ്റേഷൻ ബോർഡറിലേക്ക് ഏകദേശം ഒരു 5-10 കിലോമീറ്ററേ വരുള്ളൂ. എടക്കര പോലീസ് സ്റ്റേഷൻ തന്നെ അന്ന് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു റോഡ് സൈഡിലുള്ള കടമുറി പോലുള്ള ഒരു കടമുറിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും റോഡിലേക്ക് ഇറങ്ങാനും റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കായാലും വളരെ ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പം ആ റോഡിൽ കൂടെ എങ്ങനെ കടന്നു പോകണമെങ്കിലും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വിശേഷിച്ചും ഞാനവിടെ കുടുംബമായിട്ടായിരുന്നില്ല താമസിച്ചിരുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ ഞാൻ എപ്പോഴും പോലീസ് സ്റ്റേഷനിലും റോഡിലുമൊക്കെ ആയിട്ട് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ബോർഡർ സ്ഥലമായതുകൊണ്ട് കുറേ കള്ളക്കടത്തും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണത്. ഈ സ്പിരിറ്റ്, ചന്ദനം മുതലായ കടത്തിക്കൊണ്ടുവരുന്ന സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ റോഡിൽ ഈ പകലെന്നില്ല രാത്രിയെന്നില്ലാതെ റോഡിൽ എൻ്റെ സാന്നിധ്യം ഇത് കടത്തിക്കൊണ്ടുവരുന്നവർക്കൊരു വലിയ തലവേദനയായി. അവർ പല രീതിയിൽ എന്നെ മാറ്റാൻ നോക്കി, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒരു കള്ളക്കടത്തുകാരൻ രഘുനാഥ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അയാൾ അത്യാവശ്യം ചന്ദനം കടത്തിക്കൊണ്ടുവരും, സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അയാൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടായപ്പോൾ അവരവിടുന്ന് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേറ്റ്, അവരുടെ ഈ ബിസിനസ്സിൻ്റെ ഏരിയ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം ഉണ്ടായി. അപ്പോൾ ഊട്ടിയിൽ വെച്ച് ഇയാൾ സ്പിരിറ്റുമായിട്ട് വരുമ്പോൾ നീലഗിരി SP പിടിച്ചിട്ട് ഇയാളെ കോടതി ഹാജരാക്കി, കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്ത് ഊട്ടി സബ് ജയിലിൽ കഴിയുകയാണ്. അത്രയും ഭാഗങ്ങൾ എനിക്കറിയാം. ഞാനന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കര തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ഉടമയ്ക്ക് അയാൾ അങ്ങോട്ട് താമസം മാറുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞ് വീട് ഒഴിഞ്ഞ് കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ വീട് ഒഴിഞ്ഞു തരാം, ഞാൻ മറ്റൊരു വീട് കണ്ടുപിടിക്കുന്നവരെ സാവകാശം തരണമെന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിച്ചു. അതനുസരിച്ച് ഞാൻ മറ്റൊരു വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അന്ന് 19 ബാർ ഹോട്ടലുകളിലെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ ഒരു സമയമാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷന് തൊട്ട് പുറകിൽ സാമ്രാട്ട് എന്ന് പറഞ്ഞൊരു ബാർ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഈ 19 ബാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കൂട്ടത്തിൽ, ക്യാൻസൽ ചെയ്ത കൂട്ടത്തിൽ ഈ സാമ്രാട്ട് ഹോട്ടലിന് ബാർ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അപ്പം അപ്പോൾ അവിടെ പിന്നെ ബാർ നടക്കുന്നില്ല. ബാറില്ലാതെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് പോകാറുമില്ല. കാര്യം അവിടെ ഭക്ഷണത്തിൻ്റെ ബിസിനസ് ഇല്ലായിരുന്നു. ബാറിനോടനുബന്ധിച്ചുള്ള ചെറിയ തോതിലുള്ള ഭക്ഷണമല്ലാതെ ഒരു ഹോട്ടൽ ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബാറ് നിന്നതോടുകൂടി ആ ഹോട്ടൽ ഏകദേശം പരിപൂർണമായിട്ട് അടച്ചിട്ടെന്നുള്ള ഒരവസ്ഥയിലാണ്. അങ്ങനെ അടച്ചിട്ട അവസ്ഥയിൽ ആ ഹോട്ടൽ കിടക്കുമ്പോഴാണ് ഞാൻ വീടന്വേഷിച്ച് നടക്കുന്നത്. ആ ഹോട്ടലിൻ്റെ മാനേജർ വിശ്വനാഥ് നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ മൂവാറ്റുപുഴക്കാരനാണ്. വിശ്വനാഥ് നായർ എന്നെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, സാറ് വീടന്വേഷിച്ച് നടക്കുകയെന്ന് പറഞ്ഞ് മുറി മതിയെങ്കിൽ ഞങ്ങളുടെ ഹോട്ടലിൽ മുറി ഒഴിവുണ്ട്, മുറി വേണമെങ്കിൽ വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പോലീസ് സ്റ്റേഷന് തൊട്ട് പുറകിലത്തെ ബിൽഡിങ്ങാണ്, എൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടാണ്. എനിക്കപ്പോൾ പോലീസ് സ്റ്റേഷൻ വരാനും സൗകര്യമാണ്, എനിക്ക് ഇങ്ങോട്ട് നടന്നു കയറാനുള്ള ദൂരമേ ഉള്ളൂ, വണ്ടി പോലും വേണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു റൂം എനിക്ക് തന്നേര്, ഞാൻ വാടക തന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാമ്രാട്ട് ഹോട്ടലിൻ്റെ മുകളത്തെ നിലയിൽ, 2 നില ബിൽഡിങ്ങാണ്, മുകളത്തെ നിലയിൽ ഒരു റൂം ഞാൻ വാടകയ്ക്കെടുത്ത് ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങനെ മുറി താമസിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രിയിൽ, ഞാൻ രാത്രി ഒരു 10-11 മണിയെങ്കിലും ആകാതെ എൻ്റെ റൂമിൽ പോകാറില്ല. ഞാൻ 11 മണിക്ക് മുറി ചെല്ലുമ്പോൾ
എൻ്റെ തൊട്ടടുത്ത മുറി, എൻ്റെ തൊട്ടടുത്ത മുറിയൊക്കെ അവർ ചിലപ്പം വല്ലവരും വരികയാണെങ്കിൽ മാത്രമേ ഡെയിലി റെൻറ്റിന് കൊടുക്കും. അങ്ങനെ ആരും അവിടെ മുറിയെടുത്ത് അന്നത്തെ കാലത്ത് താമസിക്കാൻ വരാറില്ല. ഏതായാലും ഞാൻ എൻ്റെ മുറിയിൽ ചെന്ന് തുറക്കുമ്പോൾ അടുത്ത മുറിയിൽ ഭയങ്കര ബഹളം കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ കാര്യമാക്കില്ല. കാര്യം ആരെങ്കിലും മുറി വാടകയൊക്കെ എടുത്തിട്ട് അവർ ഒച്ചബഹളം വെക്കുന്നതിന് നമ്മൾ പരാതി പറയുന്നത് ശരിയല്ലല്ലോ. വിശേഷിച്ചും സബ് ഇൻസ്പെക്ടർ, സ്ഥല സബ് ഇൻസ്പെക്ടർ പരാതി പറയുമ്പോൾ അതിൻ്റെ അധികാരത്തിൻ്റെ ദുർവിനിയോഗമാണെന്നൊക്കെ വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും അനങ്ങാൻ പോയില്ല. പക്ഷേ രാത്രി വെളുക്കോളും അതിനകത്ത് കള്ള് കുടി. അപ്പം ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ വറുത്ത കോഴിയും കള്ളുമായിട്ട് ഒരു 4-5 തടിമാടന്മാർ, തമിഴാണ് സംസാരിക്കുന്നത്, ആ മുറിയിൽ ഇരിപ്പുണ്ട്. വെളുക്കുന്നവരെയും കള്ളുകുടിയും തീയും ഒക്കെ ആയിട്ടിരുന്നു. രാവിലെ ഷട്ടിൽ കളിക്കാൻ വേണ്ടി വന്നപ്പോൾ വിശ്വനാഥനോട് ഞാൻ ചോദിച്ചു, ഇന്നലെ അടുത്ത മുറി ഭയങ്കര ബഹളമായിരുന്നല്ലോ, എന്തുമായിരുന്നു അവർ, അത് ഭയങ്കര ശല്യമാണ്. ഞാൻ പിന്നെ അതിനകത്ത് ഇടപെടാഞ്ഞതിന് നിങ്ങളുടെ ഹോട്ടൽ ബിസിനസ്സിനെ ബാധിക്കണ്ടല്ലോ, ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കരുതല്ലോ എന്ന് കരുതി ഞാൻ ഇടപെട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്നോട് സാറേ എന്തുവാണെന്ന് അറിയത്തില്ല, തമിഴന്മാരാണ് വന്ന് മുറിയെടുത്തതാണ്, നമ്മുടെ രഘുനാഥാണ് മുറിയെടുത്ത് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, രഘുനാഥ് ഊട്ടി സബ് ജയിലിൽ കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ജാമ്യത്തിൽ ഇറങ്ങിയത് ഇനി അവർ കൊണ്ടുവിടാനോ വന്നതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ രഘുനാഥ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല, അയാൾ ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ജയിലിൽ കിടക്കുന്ന ആൾ എൻ്റെ അടുത്ത മുറിയിൽ എങ്ങനെ വരും? ഏതായാലും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ മുറിയിൽ ഈ പറയുന്ന 5-6 തടിമാടന്മാർ, തമിഴന്മാർ, കൊമ്പമീശയൊക്കെ ആയിട്ട് വീണ്ടും അതിൽ മുറിയെടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ജയിലിൽ കിടക്കുന്ന രഘുനാഥ് ഇവിടെ വരാൻ സാധ്യതയില്ല. അപ്പം ജയിലിൽ കിടക്കുന്ന അയാളുമായിട്ട് ഈ ജയിലിൽ കണക്കനുസരിച്ച് അയാൾ ജയിലിൽ കിടക്കുകയും ഈ ജയിൽ വാർഡന്മാരെല്ലാവരും ഇവിടെ അയാളെ വീട്ടിൽ ഭാര്യയോടും മക്കളോടും ഒപ്പം കഴിയാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്നെനിക്കൊരു സംശയം തോന്നി. അപ്പം ഞാൻ രഹസ്യമായിട്ട് പോലീസുകാരെ വിട്ടെന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ ജയിലിൽ തന്നെയാണ്. ഊട്ടി സബ് ജയിലിൽ കിടക്കുന്ന രഘുനാഥാണ് ഇവിടെ ഭാര്യയുടെയും മക്കളോടും ഒപ്പം ഈ ജയിൽ വാർഡന്മാരുടെ എസ്കോർട്ടിൽ ഈ ഭാര്യയും മക്കളെയും കാണാൻ വന്നിരിക്കുന്നത്. അതെനിക്കൊരു വല്ലാത്ത ഷോക്കായിപ്പോയി. കാര്യം ഒരു പക്ഷേ തീറ്റയുടെയോ കുടിയുടെയോ പേരിലായിരിക്കാം, അല്ലെങ്കിൽ കൈക്കൂലി പണമായി കിട്ടിയതിൻ്റെ പേരിലായിരിക്കാം. അഴിമതി എന്ന് പറയും, ഇത്രയും വലിയ അഴിമതി നടക്കുമോ എന്ന് എനിക്ക് തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാര്യം ജയിലിൽ കിടക്കുന്ന ഒരുത്തനെ ഈ 10-100 കിലോമീറ്റർ പിന്നിട്ട് ചുരത്തിൽ കൂടി ചുരം വഴി വേണം വരാൻ, നാടുകാണി ചുരം വഴി ഒരുത്തൻ്റെ വീട്ടിൽ ഭാര്യയോടും മക്കളോടും ഒപ്പം കഴിയാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരാളിനെ കൊണ്ടുവരാൻ കഴിയുമോ? അത്ര വലിയ അഴിമതി ചെയ്യുമോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ? പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ അതായിരുന്നു സത്യം. കോടിക്കണക്കിന് രൂപ കൊടുത്താലും എത്ര അഴിമതിക്കാരനായെങ്കിലും കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു ജയിലുദ്യോഗസ്ഥനോ ഒരു ഉദ്യോഗസ്ഥനോ ചെയ്യാത്ത അത്ര അപാരമായ അഴിമതിയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മടങ്ങി പോകുമ്പോഴോ ചുരം വഴിയാണ് പോകുന്നത്. എവിടെയെങ്കിലും അതിൻ്റെ ചുരം കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ ജീപ്പിൻ്റെ ടയറൊന്ന് തെന്നിയോ മറിയുകയോ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ അകത്തു പോകും. കാര്യം അവരത്ര കഠിനമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ പണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും സ്വാധീനത്തിൻ്റെ പുറത്തായിരിക്കും ഈ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരാതെ മുങ്ങിയാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് വേണ്ടി അവരെന്ത് പറയും? ചിലപ്പോൾ അയാൾ ജയിലിൽ ആടിയെന്ന് അവർ പറയുമായിരിക്കും. പക്ഷേ എന്നാൽ തന്നെയും ഇവർ ജയിലിൽ ചാടിയെന്ന് പറഞ്ഞാൽ പോലും അവരുടെ പേര് നടപടി ഉണ്ടാവില്ലേ? അവർ പിന്നെ എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്തത്? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഏതായാലും അടുത്ത ദിവസം രാവിലെ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മുറിയുടെ പൂട്ടെടുത്തിട്ട് അവർ കിടന്ന മുറി ഞാൻ പുറത്തു നിന്ന് പൂട്ടി.
പൂട്ടിയിട്ട് ഞാനും ഈ വിശ്വനാഥരുടെ മുൻവശത്ത് ഷട്ടിൽ കളിച്ചു മുറ്റത്ത്. ഞാൻ ഷട്ടിൽ കളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് മോളത്തെ എവരുടെ മുറിയിൽ നിന്ന് വലിയ നിലവിളിയും വിളിച്ചോലും ഒക്കെ കേൾക്കുന്നുണ്ട്, ബഹളമൊക്കെ. ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ അവസാനം കളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ റൂമിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് യൂണിഫോം ഇട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ ഹെഡ് വാർഡൻ എന്ന് പറയുന്ന ഒരാൾ ആ ലോഡ്ജിലെ ബെഡ്ഷീറ്റിൽ ഫാന് കെട്ടി തൂങ്ങിയിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ അയാളെ അഴിച്ചിറക്കി കിടത്തിയിട്ടുണ്ട്. അയാൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷേ അയാളുടെ കഴുത്തിനൊക്കെ ഒരവ് അയാൾ എന്നെ കാണിച്ചു. ഞാൻ ജനലിൽ കൂടെ കണ്ടതാണ്. അയാളുടെ കഴുത്തിന് ഒരവ് അയാൾ യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയത് തന്നെയാണ്, ഒരവ് കണ്ടാണ്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കൂടെ പൊക്കി കെട്ടഴിച്ചു വിട്ടുകൊണ്ട് അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാവരും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ജനലിൽ കൂടെ കടവുളിയെ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ജനലിൽ കൂടെ അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന് രക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല, നിങ്ങൾ ചെയ്തത് അത്ര കഠിനമായ കുറ്റമാണ്. കാര്യം തലേ രാത്രി മുഴുവനും ഞാൻ കിടന്ന് ആലോചിച്ച് അവരെ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. വേണമെങ്കിൽ കേസ് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാര്യം എനിക്ക് കണ്ടില്ലാന്ന് എഴുതി കണ്ണടയ്ക്കാം. പക്ഷേ കണ്ടില്ലാന്ന് എഴുതി കണ്ണടയ്ക്കാൻ എന്നിലെ കർത്തവ്യബോധം അനുവദിച്ചില്ല. അപ്പം ഞാൻ വെളുക്കുന്നവരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, എന്താ അതിൻ്റെ ഇനി എന്ത് നടപടി എന്നുള്ളത്. അതിൻ്റെ രാത്രിയാണ്, വേറെ ആരോടും വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഒരു രാത്രി പുലരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ഏതായാലും എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനം എടുക്കാതെ ആണ് ആ രാത്രി പോയത്. വെളുപ്പാങ്കാലമായപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഊട്ടി SP തന്നെ വിളിച്ച് പറയുക എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരെ മുറി പൂട്ടിയിട്ടത്. മുറി പൂട്ടിയിട്ടിട്ട് ഞാൻ അവിടുന്ന് നമ്പർ എടുത്തിട്ട് ഊട്ടി SP ഓഫീസിൽ പറഞ്ഞു. പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് വന്ന് ഈ മുറിയിലുണ്ടായിരുന്നവരെ എല്ലാം കൊണ്ടുപോവുകയും ഒപ്പം വീട്ടിൽ നിന്ന് രഘുനാഥിനെ കൊണ്ടുപോവുകയും ചെയ്തു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2007 ഞാൻ ക്രൈംബ്രാഞ്ച് DYSP ആയിട്ട് കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ രജിസ്റ്റർ ചെയ്ത ഒരു FIR അന്വേഷിക്കാൻ വേണ്ടി കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കിട്ടുകയും കൊല്ലം ക്രൈംബ്രാഞ്ച് SP അതിൻ്റെ അന്വേഷണം എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിന് FIR-ന് കേസിന് ആസ്പദമായ സംഗതി ദുബൈയിലാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ സംഗതി തിരുവല്ലക്കാരനായ ഒരാളിൻ്റെ സ്ഥലം ഒരാളിന് ദുബായിലുള്ള ഒരു ബിൽഡിങ് ഡിമോളിഷ് ചെയ്ത് തറ ലെവലാക്കി കൊടുക്കാൻ വേണ്ടി മയ്യനാട്ടുകാരനായ ഒരാളിന് കോൺട്രാക്റ്റ് കൊടുത്തു. തിരുവല്ലക്കാരൻ്റെ സ്ഥലമാണ്, മയ്യനാട്ടുകാരനാണ് ബിൽഡിങ് ഡിമോളിഷ് ചെയ്ത് തറ ലെവലാക്കി കൊടുക്കേണ്ടത്. അതനുസരിച്ച് ദുബായിൽ ആ ബിൽഡിങ് ഡിമോളിഷ് ചെയ്തു, തറ ലെവലാക്കി എല്ലാം കൊടുത്തു. അതിൻ്റെ ഏതാണ്ട് 12 ലക്ഷം ദിർഹം എങ്ങാണ്ടാണ് അതിന് കൊടുക്കേണ്ടത്. പക്ഷേ ഈ പൈസ തിരുവല്ലക്കാരൻ കൊടുത്തില്ല എന്നുള്ളതാണ് മയ്യനാട്ടുകാരൻ്റെ പരാതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ദുബായ് നടന്ന സംഭവമാണ്, കേരളത്തിൽ നടന്ന സംഭവമല്ല. ഇതിന് ഇവിടെ കേസെടുക്കേണ്ടതായ ഒരു കാര്യവുമില്ല. പക്ഷേ മയ്യനാട്ടുകാരൻ്റെ സ്വാധീനം കൊണ്ട് അത് കേസെടുത്തു. അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനമായിരിക്കാം, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള സ്വാധീനമായിരിക്കാം. കാര്യം പലരും ദുബായ് ചെല്ലുമ്പോൾ ഈ മയ്യനാട്ടുകാരനാണ് അവർക്ക് ഫുഡും ഷെൽട്ടറും ഒക്കെ എല്ലാവരെയും കൂട്ടി എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോരി പലർക്കും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉന്നതങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. ആ ഉന്നതങ്ങളിലുള്ള സ്വാധീനം വെച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പരാതിയുടെ പുറത്താണ്
ഈ FIR എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തിരുവല്ലാക്കാരനെ അന്വേഷിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുകയും കേസ് അന്വേഷിക്കുകയും പ്രതി അറസ്റ്റ് ചെയ്യുകയൊക്കെ വേണമെന്നുള്ളതാണ് ഈ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ കിട്ടിയപ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ദുബായിൽ ഇങ്ങനെ കെട്ടിടം ഉണ്ടായിരുന്നോ, ഇത് ഡിമോളിഷ് ചെയ്തോ, വർക്ക് ചെയ്തോ, പൈസ കൊടുത്തോ, ഇതൊന്നും ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കിത് വെരിഫൈ ചെയ്യാനും കഴിയില്ല. ഇത് പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്താനും പറ്റത്തില്ല. പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു FIR എടുത്തു എന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് എനിക്കും അറിയില്ല. ഇത് നമ്മുടെ കയ്യിലൊരു പുതിയ തേങ്ങ മാതിരി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന തിരുവല്ലാക്കാരനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോയി. ഈ മയ്യനാട്ടുകാരനെ പോലെ തന്നെ വളരെയധികം സ്വാധീന ശക്തിയുള്ള ഒരാളാണ് ഈ തിരുവല്ലാക്കാരൻ. അദ്ദേഹം അതിനേക്കാൾ വലിയ സ്വാധീന ശക്തിയുള്ള ആൾ. കേരളത്തിലെ പല ഫീൽഡിൽ, സിനിമാ ഫീൽഡിൽ ഉൾപ്പെടെ പലയിടത്തും സ്വാധീനമുള്ള ഒരാൾ. ഞാൻ തിരുവല്ലായിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു മകൻ ഗൾഫിലാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വരുന്നുണ്ടേ ഒന്ന് കൊല്ലം ക്രൈംബ്രാഞ്ച് വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് പറയും ഇങ്ങനെ ഒരാളിനെ ഒന്ന് കാണണം, DYSP ആണ്, ഇത് കാണണമെന്ന് പറഞ്ഞാൽ മതി, എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് വരാൻ പറയണം. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിലെ ഫയലുകൾക്കുള്ളൊരു പ്രത്യേകത, കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും എൻ്റെ പ്രതിയും കേസ് അന്വേഷണവും ഏറ്റവും കുറഞ്ഞത്, കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം, കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ എൻ്റെ അന്വേഷണം നടത്തണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ലോക്കൽ പോലീസ് അന്വേഷിച്ച് വാലും തുമ്പും ഇല്ലാതെ വരുന്ന കേസുകളാണ് ക്രൈംബ്രാഞ്ച് വരുന്നത് അധികവും. ഏറ്റവും കുറഞ്ഞത് ഒരു മാസം ഒന്നെങ്കിലും അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ CD ഫയൽ നോക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ അതൊരു നമ്മുടെ പേരിലൊരു മോശം റിമാർക്കായിട്ട് എഴുതും. അതുകൊണ്ട് എല്ലാ മാസവും കേസ് അന്വേഷിക്കണം. അപ്പോൾ ഈ തിരുവല്ലയിൽ പോയി ഞാൻ ഒരു ആദ്യത്തെ മാസം പോയി വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകുന്നു. ആ പ്രതിയായി പറയുന്ന ആൾ, FIR പ്രതിയായിട്ട് പറയുന്ന ആൾ വന്നില്ല. അപ്പോൾ അടുത്ത മാസം അന്വേഷണ സമയമായപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞ് ഇങ്ങനെ മകൻ്റെ പേരിൽ കേസുണ്ട്, അത് അന്വേഷിക്കാമെന്ന് അറിയാമല്ലോ, പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അത് സാറേ അത് പറയാൻ പറ്റില്ല, അവൻ ഫോൺ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഫോൺ ചെയ്തപ്പം പറഞ്ഞാൽ പോരാ, അയാളോട് വരാൻ പറ, കേസിനകത്ത് കാര്യമൊന്നുമില്ല, കേസ് റബ്ബർ ചെയ്യാനേ പറ്റുള്ളൂ, ഏതായാലും നിങ്ങളുടെ മകനോടൊന്ന് വരാൻ പറയുന്നു. അത് വരട്ടെ, വരുന്നുണ്ടെ പറയാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അയലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ASIയും ഒരു കോൺസ്റ്റബിളുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഞാൻ ഈ അകത്ത് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പുറത്ത് അയൽപക്കക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നലെയാണ് പോയത്, അവരുടെ മകൻ സമയപ്പായിരുന്നുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട്, അല്ലാതെ അവൻ വരാതിരിക്കുമൊന്നുമല്ല, അവൻ ഇന്നലെ അങ്ങോട്ട് പോയതേ ഉള്ളൂ, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ അച്ഛനോട് അമ്മയോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വൃത്തികേടാ പറഞ്ഞ് മകനുണ്ടെന്ന വരിയിൽ. അപ്പോൾ അത് ഈ പോലീസുകാർ വന്നേരം ഞാൻ ഇറങ്ങിയതാണ് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച്. പക്ഷേ അവർ വന്ന് ഇത് എന്നോട് പറഞ്ഞു, സാറേ അവനിവിടെ ഉണ്ടായിരുന്നു, ഇന്നലെയാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അപ്പം ഞാൻ പിന്നെ ഇറങ്ങി, ഞാൻ രണ്ടാമത് കയറിയിട്ട് നിങ്ങൾ എന്ത് വൃത്തികേടാ പറയുന്നത്, നിങ്ങളുടെ മകനുണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അവിടെ വരാൻ, ഒന്ന് വന്ന് നിങ്ങളുടെ മകൻ വരുന്നത് നമുക്ക് അറിയില്ലല്ലോ, വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പൊക്കൂടെ, ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണ്ടേ, അയാൾ പ്രതിയായാലും വാദിയായാലും, അയാൾക്ക് പറയാനുള്ള എന്താണെന്ന് അറിയണ്ടേ, നിങ്ങളോട് സ്റ്റേറ്റ്മെൻറ്റ് തരണമെന്ന് നിങ്ങൾ മകൻ വന്നിട്ട് നിങ്ങൾ പറയാതെ ഇത് വന്നിട്ട് കള്ളം പറയുകയാണോ മകൻ വന്നിട്ടേ ഇല്ലാന്ന്. ഇതൊന്നും ഒരു ശരിയായ നടപടിയൊന്നുമല്ല. ശരി, അങ്ങനെയാണെന്നേലും ഞാൻ ഇനി പിന്നെ അവിടെ എയർപോർട്ട് ഇമിഗ്രേഷനിൽ എഴുതി കൊടുക്കും, ഇങ്ങനെ പ്രതി വരുമ്പോൾ ഇവിടെ പിന്നെ തടഞ്ഞു വെച്ചിട്ട് അറിയിക്കണമെന്ന് പറയും, അപ്പോൾ നിങ്ങളുടെ മകൻ്റെ പോക്കുവരവ് ഒന്നും നടക്കാതെ വരും എന്നൊക്കെ ഞാൻ ഇച്ചിരി കർശനമായിട്ട് അവരോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനി വരുമ്പോഴെങ്കിലും വരാൻ പറയണം, കേസ് ഒരു ഫൈനൽ ഡിസ്പോസൽ ആക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഞാനത് കഴിഞ്ഞ് ഓഫീസിൽ പോന്നു. ഓഫീസിൽ പോയത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വളരെ ബഹുമാന്യനായ ഒരു മന്ത്രി വിളിച്ചു.
നിങ്ങളാരാണ്, നിങ്ങളാണോ? ഞാൻ പറഞ്ഞു, ഞാൻ അതെ, നിങ്ങൾ തിരുവല്ല പോയി ഒരു വീട്ടിൽ പോയി ഒരു പ്രതിയെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, അന്വേഷിച്ചത് നിങ്ങളവിടെ പോയി അച്ഛനും അമ്മയും വിരട്ടി ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കണമെന്ന ഒരു ഉദ്യോഗസ്ഥനും വീട്ടിൽ പോയി അച്ഛനും അമ്മയും കൊല്ലുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ സാറേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ പോലീസുകാരെയൊക്കെ എനിക്കറിയാം, നിങ്ങൾ എന്തൊക്കെ പറയുമെന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞു, സാറേ ഒരു FIR കിട്ടി, FIR കിട്ടിയനുസരിച്ച് ഞാൻ പ്രതിയെ അന്വേഷിക്കാനുള്ള ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഞാൻ അവരുടെ വീട്ടിൽ പോയി അയാളോട് വരണമെന്ന് പറഞ്ഞ്, അയാൾ വന്നില്ലെങ്കിൽ വരാനുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതിനപ്പുറം അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തിയോ കൊല്ലുമെന്ന് പറയുമെന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനുള്ള പ്രസക്തിയില്ല ഇതിനകത്ത്. ഒന്നാമത്തെ കാര്യം, ഈ കേസ് തന്നെ അങ്ങനെയാണ്. ആ ദുബായിൽ നടന്ന കേസ് നിങ്ങളെങ്ങനെയാണ് കേരളത്തിൽ അന്വേഷിക്കുന്നത്? ഞാൻ പറയുന്നത്, ദുബായിൽ നടന്ന കേസ് കേരളത്തിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ദുബായിൽ നടന്ന കേസിൻ്റെ ഒരു FIR എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ദുബായിൽ നടന്ന കേസ് ഇവിടെ അന്വേഷിക്കണമെന്ന് നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ടല്ല. അത് എനിക്ക് അല്ലെങ്കിലും അറിയാം, നിങ്ങൾ ദുബായിലെ വലിയ കാശുകാരുടെ കേസായതുകൊണ്ടാണ് നിങ്ങൾ പോയത്. ഞാൻ പറഞ്ഞാൽ രണ്ട് കക്ഷികളും കാശുകാരാണ്, രണ്ട് കക്ഷികളും പിടിപാടുള്ളവരാണ്. അതല്ലാതെ ഒരു FIR കിട്ടിയോണ്ട് ഞാൻ അന്വേഷിക്കാൻ പോയി എന്നുള്ളത് കവിഞ്ഞ് ഇതിനകത്ത് എനിക്ക് വേറെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. അതല്ലേലും നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളെല്ലാം അല്ലെങ്കിലും മോശക്കാരാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ അങ്ങ് ഡിസ്കണക്ട് ചെയ്തു. എനിക്ക് അത് തീരെ അദ്ദേഹത്തിൻ്റെ സംസാരം അത്ര പന്തിയായി തോന്നിയില്ല. ആ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു പരിധി കവിഞ്ഞ് അദ്ദേഹത്തിനോട് എനിക്ക് ഒരു വാദപ്രതിവാദത്തിന് നിൽക്കാനും പറ്റില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ SP എന്നെ വിളിപ്പിച്ചു. SP എൻ്റെ ഓഫീസ് തന്നെയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ കേസ് എന്തുവാണ്? അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയാണ്, ഞാൻ അവരുടെ വീട്ടിൽ പോയത് ശരിയാണ്, പ്രതി അന്വേഷിച്ചത് ശരിയാണ്, വരുന്ന മര്യാദയ്ക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വരാൻ പറയണം, അങ്ങനെ വരാതെ മുങ്ങി നടക്കുന്നത് ശരിയല്ല, കേസ് എന്തെങ്കിലും ഫയലിലായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ SP പറഞ്ഞു, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. എന്നോട് ഇതേ SP തന്നെയാണ് 2 ദിവസം മുമ്പ് പറഞ്ഞത്, നീ പോയി പ്രതി അറസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, സാറേ പ്രതി സ്ഥലത്തില്ലെങ്കിൽ അവൻ്റെ സഹോദരി, അമ്മയോ അച്ഛൻ ആരാന്ന് വെച്ചാൽ അവരെ ഹരാസ് ചെയ്യുമ്പോൾ അവർ തനിയെ വന്നോളൂ എന്ന് എന്നോട് പറഞ്ഞ SP മിനിസ്റ്റർ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് തിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു, സാറേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യും, നീ അന്വേഷിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഈ പ്രതിയുടെ വീട്ടിൽ പോയി. അദ്ദേഹം തന്നെ പോയി പ്രതിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, പ്രതി വരുന്ന അനുസരിച്ച് അടുത്ത പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, നീ ഈ കേസ് റെഫർ ചെയ്തില്ല. കാരണം റെഫർ ചെയ്യാനേ പറ്റുള്ളൂ, ഗൾഫിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെ സംഭവം നടന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല. വാദി പറയുന്നു ഇതിൻ്റെ പൈസ പ്രതി കൊടുത്തിട്ടില്ലെന്ന്, പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിൻ്റെ മുഴുവൻ പൈസയും കൊടുത്ത് സെറ്റിൽ ചെയ്തതെന്ന് പറയുന്നു. ഇതിൽ എന്താണ് നടന്നതെന്ന് ഈ കേരളത്തിലിരിക്കുന്ന പാവപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കും അറിയത്തില്ല. പക്ഷേ വാദിയുടെ സൈഡിലും പ്രതിയുടെ വാദമുഖമായിട്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ ദുബായ് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് കേരള പോലീസിന് എന്ത് പറയാൻ കഴിയും? ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ ഏതാനും എപ്പിസോഡുകളിൽ കേസന്വേഷണത്തിനോടൊപ്പം പോലീസ് സർവീസിലെ എൻ്റെ അനുഭവങ്ങളുമാണ് പങ്കുവച്ചിട്ടുള്ളത്. പോലീസ് സർവീസിലെ അനുഭവങ്ങൾ എൻ്റെ മാത്രം അനുഭവങ്ങളാണ്. പക്ഷേ കേസന്വേഷണം എൻ്റെ മാത്രം മിടുക്കല്ല. എന്നോടൊപ്പം പ്രവർത്തിച്ച പോലീസുകാരുടെ മിടുക്കാണ് എൻ്റെ മിടുക്കിനേക്കാൾ മുകളിൽ ഇക്കാര്യത്തിൽ ഞാൻ കാണുന്നത്. വിശേഷിച്ചും എൻ്റെ ആലപ്പുഴ എൻ്റെ ക്രൈം സ്കൂളിലുണ്ടായിരുന്ന സ്വാമിനാഥൻ, അപ്പുക്കുട്ടൻ, വളാഞ്ചേരിയിലുണ്ടായിരുന്ന ബാബുരാജ്, അതുപോലെ തന്നെ നിലമ്പൂരുണ്ടായിരുന്ന മോഹനൻ, ഇവരുടെ എല്ലാം അവരുടെ ആ ബുദ്ധിപരമായ നീക്കങ്ങളും കാര്യക്ഷമമായ പ്രവർത്തനമാണ് എൻ്റെ കേസ് അന്വേഷണ ഡിറ്റക്ഷനിൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ മികവൊന്നും എൻ്റേത് മാത്രമായി ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്, 100% സത്യമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചിലരുടെയൊക്കെ പേരുകൾ ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ സമൂഹത്തിൽ മാന്യമായി കഴിയുന്ന പലരെയും ഹർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി
അതല്ലെങ്കിൽ പല ആൾക്കാർക്കും ഒരു ഇൻസൾട്ടേഷൻ തോന്നാതിരിക്കാൻ വേണ്ടി പേരുകൾ ചിലപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനപ്പുറം വസ്തുതകളല്ല അത് അതുപോലെ തന്നെ സത്യവുമാണ്.